ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അർജന്റീന സന്ദർശനം പുരോഗമിക്കുന്നു. പ്രസിഡന്റ് ജാവിയർ മിലിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന്. നാളെ ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ദ്വിദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിൽ. മറ്റന്നാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാജ്യത്തെ ആദ്യത്തെ സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയത്തിന് ഗുജറാത്തിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തറക്കല്ലിട്ടു. മെഡിക്കൽ ടൂറിസത്തിന്റെ കേന്ദ്രമായി ദക്ഷിണേന്ത്യ മാറുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. ഏഷ്യൻ അണ്ടർ 19 സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അർജന്റീന സന്ദർശനം പുരോഗമിക്കുന്നു. ഘാന, ട്രിനിഡാഡ് ടൊബാഗോ പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇന്ന് രാവിലെ അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിൽ എത്തിയത്. 57 വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അർജന്റീനയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. പ്രസിഡന്റ് ജാവിയർ മിലിയുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ബ്രസീലിയൻ തലസ്ഥാനമായ ബ്രസീലിയ സന്ദർശിക്കും. ഏകദേശം 6 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീലിയയിൽ എത്തുന്നത്. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല ഡ സിൽവയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. തിങ്കളാഴ്ച രാവിലെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പിന്നീട് കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. രാജ്യത്തെ ആദ്യത്തെ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയത്തിന് ഗുജറാത്തിലെ ആനന്ദിൽ കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിട്ടു. കഴിഞ്ഞ 4 വർഷത്തിനിടെ സഹകരണ മന്ത്രാലയം 60 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചതായി ശ്രീ ഷാ പറഞ്ഞു. സഹകരണ മേഖലയിലെ നയരൂപീകരണം, ഡാറ്റ വിശകലനം, സഹകരണ വികസന തന്ത്രങ്ങൾ, ഗവേഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ സർവകലാശാലയിലൂടെ സാധ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. आज जो हम करने जा रहे त्रिभुवन सहकारी यूनिवर्सिटी का शिलान्यास करने जा रहे हैं, वो सहकारिता क्षेत्र को मजबूत करने के लिए सारी की सारी कमियों की पूर्ति करने वाला ये एकमात्र इनिशिएटिव है. മെഡിക്കൽ ടൂറിസത്തിന്റെയും ഹീൽ ഇന്ത്യ ആശയത്തിന്റെയും കേന്ദ്രമായി ദക്ഷിണേന്ത്യ മാറുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. തിരുവനന്തപുരത്ത് ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 14ാമത് ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്രാസ്, ചെന്നൈ, കോയമ്പത്തൂർ, കൊച്ചി, ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേർ എത്തുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ സംസ്ഥാനത്താകെ 425 പേർ ഉള്ളതായി മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് 228 പേരും പാലക്കാട് 110 പേരും കോഴിക്കോട് 87 പേരുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് സജ്ജമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്കിൻ ബാങ്കിനാവശ്യമായ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവയവദാന പ്രക്രിയയിലൂടെ ത്വക്ക് ലഭ്യമാക്കാനായി കേസ്-ഓട്ടോയുടെ അനുമതിയും ലഭ്യമായതായി മന്ത്രി അറിയിച്ചു. സ്കിൻ ബാങ്കിന്റെ ഉദ്ഘാടനം ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ജൂലൈ 15 നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും മന്ത്രി പറഞ്ഞു. 2047 ആകുമ്പോഴേക്കും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ $4 ട്രില്യൺ നിന്ന് $32 ട്രില്യൺ മാറ്റുന്നതിനുള്ള തന്ത്രപരമായ നയങ്ങളാണ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ബംഗളൂരുവിൽ IIT മദ്രാസിന്റെ സംഘം 2025 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2028 ആകുമ്പോഴേക്കും ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകാൻ ഒരുങ്ങുകയാണെന്നും രാജ്യം ഇപ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച് സമയപരിധി സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ ഒരു കരാറിനും തിടുക്കം കാട്ടില്ലെന്ന് ദേശീയ താൽപര്യം സംരക്ഷിക്കുന്ന കരാറുകളിൽ മാത്രമേ ഒപ്പുവയ്ക്കുകയുള്ളൂവെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. India does not negotiate under deadlines. We negotiate keeping national interests in mind, and national interest is paramount in all our work across the world. Today, India negotiates from a position of strength. We are self-confident. We can compete with anybody in the world. This is not a weak India. ഉയർന്ന നികുതി നിരക്കുകൾ ഈടാക്കുന്നത് ജൂലൈ 9 വരെ US താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. യുഎസിന്റെ ആവശ്യങ്ങൾ ചെറുകിട കർഷകരെ ബാധിക്കുമെന്നതിനാൽ ഇന്ത്യ ഒരു കരാറിൽ എത്തിയിട്ടില്ല. അതേസമയം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നൽകേണ്ടിവരുന്ന വിവിധ നിരക്കുകളിലുള്ള നികുതി വിശദീകരിക്കുന്ന 12 രാജ്യങ്ങളിലേക്കുള്ള കത്തുകൾ ഒപ്പുവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇന്നവേറ്റീവ് ഫിസീഷ്യൻ ഫോറത്തിന്റെ 7ാമത് വാർഷിക അന്താരാഷ്ട്ര സമ്മേളനം ന്യൂഡൽഹിയിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർല ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ വിദ്യാഭ്യാസം, ഗവേഷണം, ആഗോള സഹകരണം എന്നിവയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതായി ശ്രീ ബിർല പറഞ്ഞു. ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, മലേഷ്യ, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരും ഗവേഷകരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. BIS സാക്ഷ്യപ്പെടുത്തിയ ഹെൽമറ്റുകൾ മാത്രം ഉപയോഗിക്കണമെന്ന് ഉപഭോക്തൃകാര്യ വകുപ്പും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. BIS സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഹെൽമറ്റുകൾ നിർമ്മിക്കുന്നതിനോ വിൽക്കുന്നതിനോ എതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവാരമില്ലാത്ത ഹെൽമറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ സംരക്ഷണത്തിൽ വിട്ടുവീഴ്ച സംഭവിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഏഷ്യൻ അണ്ടർ-19 സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ അനാഹത് സിംഗ് കിരീടം. ദക്ഷിണ കൊറിയയിൽ നടന്ന ഫൈനലിൽ ചൈനീസ് താരത്തെ 3-0 പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-17 ആൺകുട്ടികളുടെ മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ആര്യവീർ ദേവാൻ കിരീടം നേടി ചരിത്രം സൃഷ്ടിച്ചു. ബിർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 4ാം ദിനമായ ഇന്ന് 1 വിക്കറ്റിന് 64 റൺ എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 വിക്കറ്റിന് 269 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 449 റൺസിന്റെ ലീഡാണ് ഉള്ളത്. മധ്യപ്രദേശിൽ അതിശക്തമായ മഴ സാധ്യത മുൻനിർത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസങ്ങളിൽ മധ്യ, വടക്കൻ, കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക കുറ്റവാളി നീരവ് മോദിയുടെ സഹോദരൻ നെഹൽ മോദി അമേരിക്കയിൽ അറസ്റ്റിലായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും സംയുക്തമായി സമർപ്പിച്ച നാടുകടത്തൽ അഭ്യർത്ഥനയെ തുടർന്നാണ് അറസ്റ്റ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തേടുന്ന കുറ്റവാളിയാണ് നെഹൽ മോദി. ലോകത്തിലെ ഏറ്റവും തുല്യ സമൂഹങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി ലോകബാങ്ക്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഗിനി സൂചിക 25.5 ആണ്. സ്ലൊവാക് റിപ്പബ്ലിക്, സ്ലൊവേനിയ, ബെലാറസ് എന്നിവയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും തുല്യതയുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒരു രാജ്യത്തെ ജനങ്ങളുടെ വരുമാനം, സമ്പത്ത് അല്ലെങ്കിൽ ഉപഭോഗം എങ്ങനെ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് ഗിനി സൂചിക കണക്കാക്കുന്നു. മുതിർന്ന നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് 13ാം തവണയും രാഷ്ട്രീയ ജനതാദൾ പ്രസിഡന്റായി ചുമതലയേറ്റു. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പട്നയിൽ നടന്ന RJD ദേശീയ കൌൺസിൽ യോഗത്തിലാണ് അദ്ദേഹം ചുമതലയേറ്റത്. ജനതാദളിൽ നിന്ന് പിളർന്നതിനു ശേഷം 1997 ജൂലൈ 5-നാണ് RJD സ്ഥാപിതമായത്. ഒഡീഷയിലെ പുണ്യനഗരമായ പുരിയിൽ ജഗന്നാഥൻ, ബലഭദ്രൻ, ദേവി സുഭദ്ര എന്നിവരുടെ ലോക പ്രശസ്തമായ ബഹുദ യാത്രയുടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഈ യാത്രയിൽ ദേവന്മാരുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഒരാഴ്ച ചെലവഴിച്ച ശേഷം 12ാം നൂറ്റാണ്ടിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് രഥങ്ങളിൽ മടങ്ങുന്നതാണ് ചടങ്ങ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അർജന്റീന സന്ദർശനം പുരോഗമിക്കുന്നു. പ്രസിഡന്റ് ജാവിയർ മിലിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന്. നാളെ ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ദ്വിദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ കേരളത്തിൽ, മറ്റന്നാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും.
രാജ്യത്തെ ആദ്യത്തെ സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയത്തിന് ഗുജറാത്തിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തറക്കല്ലിട്ടു. മെഡിക്കൽ ടൂറിസത്തിന്റെ കേന്ദ്രമായി ദക്ഷിണേന്ത്യ മാറുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. ഏഷ്യൻ അണ്ടർ 19 സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.